അമേരിക്കയുടെ ഗോൾഡൻ ഡോം പദ്ധതി ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ലോക ശ്രദ്ധ ആകർഷിച്ച പദ്ധതികളിൽ ഒന്നായിരുന്നു. എന്നാൽ ഗോൾഡൻ ഡോമിന് ഇന്ത്യൻ ബദലൊരുക്കുകയാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO നിലവിൽ. കരയിലൂടെയും ആകാശം വഴിയുമുള്ള ആക്രമണങ്ങളെപ്പറ്റി മുൻകൂട്ടി വിവരം നൽകി പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന സംവിധാനമാണ് ഈ പദ്ധതി വഴി DRDO വികസിപ്പിക്കാനൊരുങ്ങുന്നത്. ഒപ്റ്റോണിക് ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ നൂതന പദ്ധതി അത്യാധുനിക സാങ്കേതിക വിദ്യകളും നവീനമായ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കും തയ്യാറാക്കുക എന്നതാണ് പ്രാഥമിക റിപ്പോർട്ട്. നിലവിൽ DRDO വികസിപ്പിച്ച വിവിധ പ്രതിരോധ സാങ്കേതിക വിദ്യകളും ഇതിൽ ഉൾപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവിധ പ്രതിരോധ സംവിധാനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സാറ്റലൈറ്റുകളുടെയും എല്ലാം നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമായിരിക്കും ഒപ്റ്റോണിക് ഷീൽഡ്. ശത്രുവിന്റെ ആക്രമണങ്ങളെ നിരീക്ഷിക്കുക, പിന്തുടരുക, കൃത്യമായി ആക്രമിച്ച് പ്രതിരോധിക്കുക, സാഹചര്യങ്ങളനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സൈന്യത്തെ സഹായിക്കുക എന്നിവയ്ക്കൊപ്പം സൈനിക തന്ത്രങ്ങൾ രൂപീകരിക്കാനും ശത്രുവിനെ കബളിപ്പിക്കാനും ഉപകരിക്കുന്ന വിവിധോദ്ദേശ സംവിധാനമാണ് ഒപ്റ്റോണിക് ഷീൽഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു സ്മാർട്ട് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനമായിരിക്കും. ലോക പ്രതിരോധ വ്യവസായത്തിൽ ഇന്ത്യ പൊതുശക്തിയായി ഉയർന്നു വരുന്ന സമയത്ത് രാജ്യത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിരിക്കും ഈ സംവിധാനത്തിന്റെ വരവ്. സൈനിക പ്രതിരോധ സംവിധാന മേഖലയിൽ പുതിയൊരു ശൈലിക്കാണ് ഇന്ത്യ ഈ പദ്ധതി വഴി നിലവിൽ തുടക്കമിടുന്നത്. ലേസർ വാണിംഗ് സംവിധാനം, ഡയറക്ട് എനർജി ആയുധങ്ങൾ, സാറ്റലൈറ്റുകളും റഡാറുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം, ആക്രമണങ്ങളിൽ നിന്ന് 180 ഡിഗ്രി തലത്തിൽ സംരക്ഷണമൊരുക്കുന്ന വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങൾ, ശത്രുവിന്റെ വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും മിസൈലുകളുടെയും നിയന്ത്രണം ഏറ്റെടുക്കാനാകുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഒപ്റ്റോണിക് ഷീൽഡ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ്, പനോരമിക് ഡിസ്പ്ലേ, ശത്രുവിന്റെ ആക്രമണം കണ്ടെത്തി അതിനെ നിർണയിച്ച് തിരിച്ചടിക്കാൻ സഹായിക്കുന്ന സംവിധാനം, ബാറ്റിൽ ഫീൽഡ് കമാൻഡ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാകും. ഏത് തരത്തിലുമുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനാകുന്ന സംവിധാനമാണ് ഈ പദ്ധതി വഴി DRDO വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നതിനാൽ ഈ സംവിധാനം ശത്രു രാജ്യങ്ങൾക്ക് വൻ തലവേദന തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സാച്ചുറേഷൻ പോയിന്റ് മറികടന്ന് ആക്രമണങ്ങൾ നടത്താൻ സ്വാം ഡ്രോണുകളെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിനെയും തടയാൻ സാധിക്കുന്ന തരത്തിലാണ് ഒപ്റ്റോണിക് ഷീൽഡ് ഒരുങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ആകാശ് തീർ എന്ന സംവിധാനം ഇന്ത്യ കൃത്യമായി ഉപയോഗിച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ചെറുതും വലുതുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആകാശ് തീറുമായി ഇന്ത്യ സംയോജിപ്പിച്ചിരുന്നു. ഇതിന്റെ അടുത്ത തലമുറയാകും ഒപ്റ്റോണിക് ഷീൽഡ് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ശതകോടികൾ മുടക്കി അമേരിക്ക ഗോൾഡൻ ഡോം എന്ന പേരിൽ ഇത്തരത്തിലൊന്ന് വികസിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ ബലത്തിൽ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ ഒരു സംവിധാനം വികസിപ്പിക്കാനൊരുങ്ങുന്നത്. ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തുന്ന സംയുക്താക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന സംവിധാനം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പരീക്ഷിച്ച് വിജയിച്ചിരുന്നു. ഇതിനു പുറമെ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന്റെ ഗതികൾ നിരീക്ഷിച്ചാണ് ഭാവി യുദ്ധത്തിലേക്ക് വേണ്ട സാങ്കേതിക വിദ്യകൾ ഇന്ത്യ നിലവിൽ വികസിപ്പിക്കുന്നത്.